നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. CBFന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. റാഫിഞ്ഞയുടെ പരിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. താരത്തിന് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് CBF പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബ്രസീലിയൻ മാധ്യമങ്ങൾ താരത്തിന് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ ആദ്യം CBFന്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. CBFന്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് റാഫിഞ്ഞ ഹാസ് എ മസ്കുലർ ഇഞ്ചുറി ഇൻ ദി പോസ്റ്റീരിയർ റീജിയൻ ഓഫ് ഹിസ് റൈറ്റ് തൈ. അദ്ദേഹത്തിൻ്റെ വലത്ത് കാൽത്തുടയുടെ ഭാഗത്ത് അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി പിടിപെട്ടിട്ടുണ്ട് എന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുന്നു. പ്ലെയർ ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോള് ഫോളോ ചെയ്യും. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മെഡിക്കൽ ടീം അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യും. എത്രയും പെട്ടെന്ന് തിരികെ എത്തി കളിക്കളത്തിലേക്ക് വരിക, ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹത്തെ വേൾഡ് കപ്പ് ടീമിൽ നിന്ന് കട്ട് ചെയ്യില്ല, അതായത് ഒഴിവാക്കില്ല എന്ന് ഒഫീഷ്യലായിട്ട് CBF അറിയിക്കുന്നത്. ചുരുക്കത്തിൽ CBFൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള പോസിറ്റീവ് വശം അതാണ്, അദ്ദേഹത്തെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ കളിക്കാൻ എന്ന് പറ്റും. അടുത്ത സ്കോട്ട്ലൻഡിനെതിരെയുള്ള കളി നഷ്ടമാകും. റൗണ്ട് ഓഫ് 32 മത്സരവും അദ്ദേഹത്തിന് നഷ്ടമാകും. റൗണ്ട് ഓഫ് 16 മത്സരത്തിന് ഒരു പക്ഷേ അവൈലബിൾ ആയേക്കും. പക്ഷേ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള വിവരം അദ്ദേഹം ക്വാർട്ടർ ഫൈനലിന് അവൈലബിൾ ആയിരിക്കും എന്നാണ്. അപ്പോൾ അത്രയും ദൂരം ബ്രസീൽ പോവുകയാണെങ്കിൽ മാത്രമേ ഇനി അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിനെയാണ്. CBFൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കുന്ന കാര്യം, റാഫിഞ്ഞയുടെ മടങ്ങി വരവിനും റിക്കവറിക്കും ആവശ്യത്തിനുള്ള സമയമുണ്ട്. അത് ബ്രസീൽ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നതനുസരിച്ചായിരിക്കും. സെലക്കാവോ നമ്പർ 11 ഷർട്ട് എന്ന് പറഞ്ഞാൽ റാഫിഞ്ഞ ഓൾറെഡി റൗണ്ട് ഓഫ് 16 ഒരു പക്ഷേ അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ മോർ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഈസ് ദാറ്റ് ഹി വിൽ റിട്ടേൺ ഓൺലി ഫോർ ദി ക്വാർട്ടർ ഫൈനൽസ് ഷെഡ്യൂൾഡ് ഫോർ മിഡ് ജൂലൈ പകുതിയോടുകൂടി നടക്കുന്ന ക്വാർട്ടർ ഫൈനലാകുമ്പോഴേക്കും അദ്ദേഹം തിരികെ എത്തിയേക്കും എന്നുള്ളതാണ് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള വിലയിരുത്തൽ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ചുരുക്കത്തിൽ നോക്കൗട്ട് സ്റ്റേജിലെ ആദ്യ മത്സരം എന്തായാലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ രണ്ടാം മത്സരത്തിന് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, അതല്ലെങ്കിൽ പിന്നെ ക്വാർട്ടർ ഫൈനൽ. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ചുരുക്കത്തിൽ സുപ്രധാനമായ മത്സരങ്ങൾ, ഒരു പക്ഷേ റൗണ്ട് ഓഫ് 32 നെതർലൻഡ്സിനെയൊക്കെ ബ്രസീൽ നേരിടേണ്ടി വന്നേക്കും. അത്തരം മത്സരങ്ങളിൽ പോലും അദ്ദേഹത്തെ നഷ്ടമാകും ബ്രസീലിന് എന്നുള്ളത് വലിയ തിരിച്ചടി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.